عليكم ورحمة الله. الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر هو الرحمن الرحيم. والصلاة والسلام على رسول الأمين. സൂറത്തുൽ ബഖറയിലെ 204 ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام. ومن الناس ജനങ്ങളിലുണ്ട്. അർത്ഥം വെച്ചിട്ട് തന്നെ പോവാണ്. ഓരോ വേർഡ് ആയിട്ട് അർത്ഥം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മൊത്തത്തിലുള്ള മലയാളം പറയും ഇൻഷാ അല്ലാഹ്. മൻ യുഅജിബുക, താങ്കളെ കൗതുകപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന, ഖൗലുഹു, അവൻ്റെ സംസാരം, ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക കാര്യങ്ങളിൽ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ, വയുഷ്ഹിദുല്ലാഹ, അവന് സാക്ഷി നിർത്തും അല്ലാഹുവിനെ, അലാ മാ ഫീ ഖൽബിഹി, അവൻ തൻ്റെ മനസ്സിലുള്ളതിന്, വഹുവ, അവൻ അലദ്ദുൽ ഖിസാം, അവൻ തർക്കത്തിലാണ്. അതായത് ചില മനുഷ്യരുണ്ട്, അവർ ഈ ഐഹിക ജീവിതത്തിൽ അവരുടെ സംസാരം കേട്ടാൽ, അവരുടെ വർത്തമാനം കേട്ടാൽ വല്ലാത്ത കൗതുകത്തോടെ നമ്മളത് കേട്ടുപോകും. അവൻ്റെ ഉദ്ദേശശുദ്ധി ബോധ്യപ്പെടുത്താൻ അവൻ അള്ളാഹുവിനെ സാക്ഷിയാക്കും. അല്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ പറയാൻ തുടങ്ങും. അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ സാക്ഷ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ സംസാരം മാത്രമല്ലാതെ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ യാതൊരു ഇഖ്ലാസും ഇല്ലാത്ത ആളുകളായിരിക്കും. എന്നാൽ അവർ അള്ളാഹുവിനൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരായിരിക്കും അവർ. വഹുവ അലദ്ദുൽ ഖിസാം, അവന് കൊടിയ കുതർക്കിയാണ്. അവന് തർക്കിക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ അവന് ദുരുദ്ദേശപരമായിട്ടുള്ള വേറെ പല നീയത്തും അവനുണ്ട് എന്നല്ലാതെ അവൻ പറയുന്നതിലൊന്നും യാതൊരു കഴമ്പുമില്ല. അങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകമായ സ്വഭാവമാണ് ഇവിടെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെടുന്നവരാണ്, നാട്ടുകാരും പല സുഹൃത്തുക്കളും നമുക്കുണ്ട്, അവരിലും അത് ഉണ്ടാവാം. പക്ഷേ ഈ ഒരു സ്വഭാവം അവർ അള്ളാഹുവെ സാക്ഷി, അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ളവർ തന്നെയാണ് അള്ളാഹുവെയൊക്കെ സാക്ഷി നിർത്തി പറയുന്ന സ്വഭാവമുള്ള മുസ്ലിങ്ങളെ പറ്റി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിൽ അവരങ്ങനെ പറയാന്നല്ലാതെ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെ വാ തുറന്നാൽ അതൊക്കെ ഇങ്ങനെ പറയാം, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക ആളുകൾക്കിടയിൽ എന്നതിലപ്പുറത്തേക്ക് അവരുടെ ഉള്ളിൽ ഖൽബിൻ്റെ അകത്ത് യാതൊരു നല്ല ഉദ്ദേശവും അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. وَإِذَا تَوَلَّى سَعَى فِي الْأَرْضِ لِيُفْسِدَ فِيهَا وَيُهْلِكَ الْحَرْثَ وَالنَّسْلَ وَاللَّهُ لَا يُحِبُّ الْفَسَادَ. وَإِذَا تَوَلَّى, അവന് ആ ഒരു കാര്യം നേടിക്കഴിഞ്ഞാൽ, ആ സത്യമൊക്കെ പറഞ്ഞിട്ട് നേടിക്കഴിഞ്ഞാൽ, സഅഫിൽ അർളി, ഈ ഭൂമിയിലെത്തിയാൽ അവൻ ശ്രമിക്കുക എന്തിനാണ്? ലിയുഫ്സിദ ഫീഹ, അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ്. വയുഹ്ലികൽ ഹർസ, മാത്രമല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള എന്താണ് കൃഷിയോ എന്താണോ ഉണ്ടാക്കുന്നത്, നിർമ്മാണാത്മകമായിട്ടുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ, ഹർസനെ നശിപ്പിക്കാൻ. അതുപോലെ തന്നെ വന്നസിൽ, മനുഷ്യന്മാരെയും കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള ഒരു പ്രവണതയാണ് അവർ കാണിക്കുക. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അക്രമ സ്വഭാവമുള്ള, നേരത്തെ പറഞ്ഞ ഈ ഒരു അള്ളാഹുവെയൊക്കെ സാക്ഷ്യം, അള്ളാഹുവെ വരെ സാക്ഷ്യമൊക്കെ വെച്ച് അവർ, ഇതിപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെ ഇലക്ഷനുമായിട്ട് നമുക്കിതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഉദാഹരണമായിട്ട്, അതായത് നാട്ടിൽ സാധാരണ ഇലക്ഷനൊക്കെ വേണ്ടിയിട്ട് പൊതുവെയൊക്കെ പ്രസംഗമൊക്കെ നടത്തി വലിയ വായിലൊക്കെ സംസാരിച്ച് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാരാ എന്ന് ചോദിക്കുക മാത്രമല്ല, ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുകയും ജനങ്ങളെ കൊല്ലാൻ വരെ മടിക്കാതെ അങ്ങനെ വെറും സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം വെച്ച് പുലർത്തുന്ന മനുഷ്യർ
അവർ എക്കാലത്തും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിലുണ്ട്, ലോകാവസാനം വരെയുള്ള കാലഘട്ടത്തിലും ഇത്തരം മനുഷ്യന്മാരുണ്ടാകും. അപ്പോൾ അവരുടെ വാചക കസർത്തിൽ കൊണ്ട്, വാക്കുകൾ കൊണ്ട് മാത്രം അവരെ അളക്കാൻ പോയിട്ട് കാര്യമില്ല. അവർ ഫസാദ് ഉണ്ടാക്കുക എന്നാണ്. എന്നാൽ അള്ളാഹു ആകട്ടെ ഫസാദ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. وَإِذَا قِيلَ لَهُ اتَّقِ اللَّهَ أَخَذَتْهُ الْعِزَّةُ بِالْإِثْمِ وَحَسْبُهُ جَهَنَّمَ وَلَبِئْسَ الْمِهَادُ. അവരോട് ഇനിയിപ്പോൾ പറയാണ്, അവരോട് പോയിട്ട് നമ്മൾ പറയാണ്, വൈദാ ഖീല ലഹു തഖില്ല, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. അഖദത്ഹുൽ ഇസ്സത ബിൽ ഇസ്മ, എന്നാൽ അവർ അള്ളാഹുവെ സൂക്ഷിക്കുന്നതിന് പകരം തെറ്റ് ചെയ്യാൻ തന്നെയാണ് അവരുടെ ദുരഭിമാനം അവരെ കൊണ്ട് പ്രേരിപ്പിക്കുക. അവർ ദുരഭിമാനം നടിക്കുന്ന ആളുകളായിരിക്കും, അവർ തെറ്റ് തന്നെ ചെയ്യും. ഫഹസ്ബുഹു ജഹന്നം, അതുകൊണ്ട് തന്നെ അവന് മതി, എന്ത്? ജഹന്നം മതി. വലബിസൽ മിഹാദ്, അതെത്ര ചീത്ത സങ്കേതമാണ്, ചീത്ത പാർപ്പിടമാണ്. ആ തെറ്റായ പാർപ്പിടത്തിലേക്ക് അവൻ പോവുക. അവനോടൊന്നും അള്ളാഹിനെ സൂക്ഷിക്കണം എന്നൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ അള്ളാഹുവും വിശ്വാസമൊക്കെ ഉള്ള ആളല്ലേ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യരുത് എന്ന് തഖ്വയോടുകൂടെ ആരെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പള്ളി കമ്മിറ്റിയുടെ ഇലക്ഷൻ വന്നു. അപ്പോൾ അവരുടെ സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടിട്ടാണ് അയാളെ ആ ഒരു സ്ഥാനത്ത് നിർത്തിയത്. സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞോടുകൂടി പിന്നെ എന്താവുകയാണ്, പിന്നെ അയാളുടെ സ്വഭാവവും പെരുമാറ്റമൊക്കെ അങ്ങ് മാറി, പിന്നെ ഈ പറഞ്ഞ സ്വഭാവത്തിൽ ഫസാദ് ഉണ്ടാക്കാനാണ്. ചെറിയ ചെറിയ അധികാര കേന്ദ്രങ്ങൾ മുതൽ വലിയ വലിയ അധികാര കേന്ദ്രങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് അന്നൊന്നും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മക്കയിലും മദീനത്തും ഒക്കെ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഉണ്ട്. അപ്പോൾ അത് മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഇവരെ നമുക്ക് ഉൾപ്പെടുത്താം. മുനാഫിക്കുകളായ ആളുകൾ എത്രയോ പേര് അങ്ങനെ ഇസ്ലാമിന് വലിയ അപകടം ഉണ്ടാക്കിയിട്ടുള്ള, മുസ്ലിം സമൂഹത്തിൽ കൂടി ചേർന്നിട്ട് തന്നെ അപകടം ഉണ്ടാക്കിയിട്ടുള്ള എത്രയോ വ്യക്തികൾ തന്നെ ഉണ്ട്. വമിനന്നാസ്, ഇനി ജനങ്ങളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അത് ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെല്ലാ മനുഷ്യരും അതിൽപ്പെട്ടു. ആ കാലഘട്ടത്തിലെ പ്രത്യേക വിഭാഗം എന്ന് മാത്രമല്ല, ആ സാന്ദർഭികമായിട്ട് ആ നാട്ടിൽ നടന്ന ഇസ്ലാമിക നവജാഗരണ പ്രവർത്തനങ്ങളിൽ, ഇസ്ലാമിൻ്റെ പരസ്യ പ്രബോധന സന്ദർഭങ്ങളിലുമായിട്ട് മക്കയിലും തുടർന്ന് മദീനയിലുമൊക്കെ ഉള്ള ആളുകളെ ഉദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ ലോകാവസാനം വരെയുള്ള ജനങ്ങളെ കൂടി ഉദ്ദേശിച്ചാണ് ഇന്നാസ് എന്ന് പറഞ്ഞത്. കുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്തുന്നാസിൽ പറയുന്നുണ്ട്, ലോകത്തെ മുഴുവൻ ജനങ്ങളെയുമാണ്. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. ومن الناس, ജനങ്ങളിലുണ്ട്, മൻ യശ്രി നഫ്സഹു, തന്നെ അങ്ങോട്ട് വിൽക്കുക, തൻ്റെ ശരീരത്തെ തന്നെ വിൽക്കുന്ന ആളുകൾ. ഇബ്തിഗാഅ മർദാത്തില്ല, അള്ളാഹിൻ്റെ റിള, അള്ളാഹുവിൻ്റെ റിളല്ല, അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ശരീരം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിൽക്കുന്നവർ. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു ഏറ്റവും കൃപയുള്ളവനാണ്. ആരോട്? ബിൽ ഇബാദ്, തൻ്റെ ആബിദീങ്ങളോട്. അപ്പം നേരത്തെ പറഞ്ഞ വിഭാഗം നമ്മൾ ആലോചിച്ച് നോക്കാം. മിനന്നാസിമൈ അജിബ് ഖൗലുഹു, വലിയ വായിൽ വർത്താനൊക്കെ പറഞ്ഞ് ജനങ്ങളങ്ങോട്ട് കുപ്പിയിലാക്കി, ജനങ്ങളെ കയ്യിലാക്കി, എന്നിട്ട് ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഫസാദ് ഉണ്ടാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലുള്ള മുനാഫിക്കുകൾ അല്ലെങ്കിൽ കാപട്യവുമായിട്ട് ജീവിക്കുന്ന ആളുകളെ തുറന്നു കാണിക്കുകയാണ്. ഇതെല്ലാ കാലത്തും ഉണ്ട്. അവരുടെ സംസാരത്തിലൊക്കെ നമ്മളോട് വീണുപോകും. പക്ഷേ യഥാർത്ഥത്തിൽ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ തൻ്റെ ശരീരം വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൻ്റെ എല്ലാം. ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? തൻ്റെ ജീവനാണ്, തൻ്റെ ആത്മാവാണ്. ജീവൻ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വെടിയാൻ സന്നദ്ധമായ, അപ്പോൾ ജീവൻ വെടിയാൻ സന്നദ്ധമാണ്, ജീവൻ വെടിയുന്നു എന്നല്ല, ജീവൻ വെടിയാൻ ഒരു സന്നദ്ധനാണ്. അത്രക്കും അവർ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പോൾ നിങ്ങളുടെ ആളുകളാണ് എല്ലാ അധികാര സ്ഥാനത്തേക്ക് എത്തേണ്ടത്, ഇങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ സന്ദർഭവശാൽ പലപ്പോഴും സംഭവിക്കുക വിപരീതമാണ്. മനസ്സിൽ വലിയ ഫസാദും വലിയ കുടില ചിന്താഗതിയായിട്ട് നടക്കുന്ന ആളുകൾ, വലിയ കുതർക്കികളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തുക. പക്ഷേ എത്തേണ്ടതാരാണ്? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജീവൻ തന്നെ വെടിയാൻ സന്നദ്ധതയുള്ള യഥാർത്ഥ ആബിദീങ്ങൾ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ കൃപയോടെ കാണുന്നു എന്നാണ്. എന്നിട്ട് വിശ്വാസികളോട് പറയാം. അങ്ങനെ രണ്ട് വിഭാഗം അവിടെ ഉണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം?
ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ കംപ്ലീറ്റ് മുസ്ലിം ആവണം, പൂർണ്ണമായ മുസ്ലിം ആവണം. നമ്മൾ ഒരിക്കലും ഇത് മറ്റെവിടെയോ ചർച്ച ചെയ്തൊരു കാര്യമാണ്. മുസ്ലിം എന്ന നാമധേയം കൊണ്ട് കാര്യമില്ല, പേര് കൊണ്ട് ഒരാൾ മുസ്ലിം ആയാലും കാര്യം. ഇപ്പോൾ എത്ര മുസ്ലിങ്ങളാണ് നമുക്കറിയില്ല, നമ്മുടെ കുടുംബത്തിലും അയൽവാസികളിലൊക്കെ എടുത്ത് നോക്കും. നിസ്കരിക്കാത്ത മുസ്ലിങ്ങൾ, നിസ്കരിക്കാത്ത പറഞ്ഞാൽ അവർ നിസ്കരിക്കാത്തവരല്ല, അവർ തോന്നുമ്പോൾ ചൊല്ലിയാണ്, തോന്നുമ്പോൾ ചൊല്ലിയായിട്ടുള്ള മുസ്ലിങ്ങൾ. ഇപ്പോൾ ഒരു നിസ്കാരം ഒരു ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ ആ തോന്നുമ്പോൾ ചൊല്ലി പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കും. പെരുന്നാൾ വരുമ്പോൾ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പോക്കലും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മഗ്‌രിബ് നിസ്കാരം ഉണ്ടാവും. തോന്നുമ്പോൾ ഒരു ചൊല്ലി, തോന്നുമ്പോൾ ആ നിസ്കാരം കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, അവർ പൂർണ്ണതയിലെത്തുന്നില്ല. അവരാ നിസ്കരിച്ചു, നല്ലത്, അത്ര കാര്യം, അത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിക്കാം. യഥാർത്ഥത്തിൽ ഈ പൂർണ്ണമായ ഇസ്ലാമിക പ്രവേശനം, അതിലേക്കാണ് പ്രിയമുള്ളവർ ഞാനും നിങ്ങളും ഈ ഖുർആൻ്റെ പഠനവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഞാനും നിങ്ങളൊക്കെ എത്തേണ്ടത് ആ ഒരു അർത്ഥത്തിലേക്കാണ്, പൂർണ്ണതയിലേക്ക്, പൂർണ്ണമായ ഒരു ഇസ്ലാമിൽ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. പിശാചിൻ്റെ വഴിയിൽ നമ്മൾ, പിശാചിൻ്റെ കാലടികൾ പിന്തുടരുന്നവരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ പൈശാചികമായ കാര്യമാണ്. ഇങ്ങനെ വലിയ വായിൽ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുവെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് പലതും നമ്മൾ ചെയ്യുക. എന്നിട്ടാവട്ടെ പൈശാചികതയിലേക്ക്, ഫസാദ് ഉണ്ടാക്കാനും തെറ്റായ വഴികളിലൂടെയും സഞ്ചരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തരുതേ. നിങ്ങൾ നന്മയുടെ, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും വാഹകരായിട്ട് മാറണമേ. ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രവേശിക്കണം എന്ന് പറയാം. എവിടെ? അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അനുസരിച്ച് പോകുന്ന ഈ വിഭാഗം അവർ ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് പ്രവേശിച്ചവരാണ്. അവർ പൂർണ്ണമായിട്ട് മുസ്ലിം ആവട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിനെ പിന്തുടരാൻ നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? ഇബ്രാഹിം അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ മുസ്ലിമായി അന അസ്ലിം എന്ന് അള്ളാഹു പറയാണ്. പൂർണ്ണനായ മുസ്ലിം, പൂർണ്ണമായി കീഴൊതുങ്ങുക. ജീവിതത്തിൻ്റെ എല്ലാം, അത് ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് മാറ്റി വെക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഭാഗം, കുടുംബജീവിതം അങ്ങോട്ട് മാറ്റി വെക്കാനോ, വ്യക്തിജീവിതമോ സാമ്പത്തിക രംഗമോ ഏതെങ്കിലും ഒരു രംഗം മാറ്റി വെച്ചുകൊണ്ടുള്ളൊരു ഇസ്ലാമിക ദർശനമല്ല അവിടെ പറയുന്നത്. പൂർണ്ണമായിട്ട് അള്ളാഹുവെ ഇത്തിബാ ചെയ്യുക, പൈശാചികതയിൽ നിന്ന് നമ്മൾ വഴിമാറി അങ്ങനെ പിശാചിൻ്റെ പിന്നാലെ നടക്കാതെ, പൈശാചികമായ ചിന്തകൾ, പൈശാചികമായ താല്പര്യങ്ങൾ, അതിലേക്ക് നമുക്ക് ഏത് കാര്യം എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഒരു ദൈവിക താല്പര്യം അല്ലെങ്കിൽ ഒരു പടച്ചവൻ്റെ ദീനിയായൊരു താല്പര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. പടച്ചവൻ, എൻ്റെ പടച്ചവന് ആഗ്രഹിക്കുന്ന എങ്ങനെയല്ലേ എന്നൊരു താല്പര്യം നമുക്ക് എപ്പോഴും ഒരു കാര്യം, രണ്ട് മനസ്സെപ്പോഴും വരും. അപ്പം അതിൽ ഖുതുവാത്ത് ശൈത്താനിലേക്ക്, ശൈത്താൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ വഴിമാറി പോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ വ്യക്തമായിട്ടുള്ള ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ് പിശാച്. മുബീൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള. فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. ഫൈൻ സലൽത്തും, നിങ്ങളിനിപ്പോൾ അതിന്ന് പിന്മാറുകയാണെങ്കിൽ, മിൻ ബഅദി മാ ജാഅത്കുമുൽ ബയ്യിനാത്ത്, വ്യക്തമായിട്ടുള്ള തെളിവുകൾ വന്നെത്തിയ ശേഷം, ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു യുക്തിമാനാണ്, പ്രതാപവാനാണ്. നിങ്ങൾ ഈ കാര്യത്തിന്ന് പിന്മാറാൻ പാടില്ല. ഏത് കാര്യത്തിന്ന്? വിശുദ്ധ ഖുർആനും ദീനി ദർശനങ്ങളൊക്കെ വന്നിട്ടും നിങ്ങൾ പിശാചിൻ്റെ കാലടികൾ പിന്തുടരാനും മുന്നോട്ട് പോകാനുമാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, ഇതൊരു വാണിംഗ് പോലെയാണ്. അഹ്ലുൽ കിതാബിനോടും അതുപോലെ തന്നെ മുശ്രിക്കുകളോടും വ്യക്തമായിട്ടുള്ള മാർഗദർശനങ്ങൾ വന്ന ശേഷമാണ് അവർ ഭിന്നിച്ചത്. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അത് എപ്പോഴും നിലനിൽക്കുകയാണ്, അന്ന് ഇന്നും നിലനിൽക്കുകയാണ്. ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ പ്രതാപിയുമാണ്, യുക്തിജ്ഞനുമാണ്. ഹൽ യൻദുറൂന ഇല്ലാ അൻ യഅതിയഹുമുല്ലാഹു ഫീ ദുലലിൻ മിനൽ ഗമാമി വൽ മലായികതു വഖുദിയൽ അംറു വഇലല്ലാഹി തുർജഉൽ ഉമൂർ. ഹൽ യൻദുറൂന, നിങ്ങൾ നോക്കിക്കാണാണോ, നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ? ഇല്ല അൻ യഅതിയഹുമുല്ലാഹ്, അല്ലാഹു അവരുടെ അടുത്ത് വരിക എന്നല്ലാതെ. ഫീ ദുലലിൻ മിനൽ ഗമാമി,
അള്ളാഹും മലക്കുകളും പിന്നെ മേഘത്തിൻ്റെ ഒരു പിന്നെ ആകാശത്തുനിന്ന് അങ്ങനെയാണല്ലോ മേഘം വരുന്ന പോലെ മിനൽ ഗമാമി മേഘങ്ങളുടെയും ലുലൽ അതിൻ്റെ ആ ഒരു പിന്നാലെയായിട്ട് മേഘത്തിൻ്റെ ആകാശത്തുനിന്ന് മഴ പെയ്യുമ്പോൾ മേഘമൊക്കെ വരുന്ന പോലെ അതിൻ്റെ പിന്നാലെ അള്ളാഹു ഇങ്ങോട്ട് വരുന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? മലക്കുകളും മലായിക്ക വരുന്ന വഖുദിയൽ അംർ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇലല്ലാഹി തുർജഅൽ ഉമൂർ എല്ലാ കാര്യങ്ങളും തിരിച്ചു പോകേണ്ടത് അള്ളാഹുവിലേക്കാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഇന്നിപ്പം നടക്കുന്ന യുദ്ധങ്ങൾ ഗസ ഫലസ്തീൻ ഇതിലൊക്കെ അള്ളാഹു ഇങ്ങോട്ട് ആകാശത്തു നിന്ന് ഇറങ്ങി വരണം എന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതോടൊപ്പം ആ അവിശ്വാസികളായിട്ടുള്ള സത്യനിഷേധികൾ പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് മൂസ അലൈഹി സ്വലാമിൻ്റെ അനുയായികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബനി ഇസ്രായേലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അള്ളാഹുവിനെ അങ്ങോട്ട് വിളിക്ക്, ആകാശത്തല്ലേ നിങ്ങൾ മൂസാ നബിയോടൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങോട്ട് വിളിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്ന ഒരു നിലപാട് അത് ഈ ബഹുദൈവ വിശ്വാസികളും അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ഉള്ളിലുള്ള ബഹുദൈവ വിശ്വാസികൾക്കപ്പുറം മുനാഫിക്കുകൾക്കും ഈ ഒരു നിലപാടുണ്ട്. അള്ളാഹിനെ അങ്ങോട്ട് വിളിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. അപ്പം അള്ളാഹു പിന്നെ ഈ മേഘക്കൂടെ ചൂടിയിട്ട് ഇങ്ങോട്ട് താഴോട്ട് വന്ന് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അബദ്ധമാണ്. നിങ്ങൾ അങ്ങനെയുള്ള വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിങ്ങൾ ജീവിക്കണ്ട. അള്ളാഹു എല്ലാവിധ വിശ്വാസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇനി ഒരു അംബിയ മുർസലുകളുടെയോ വേദത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ തന്നെ. കാരണം മനുഷ്യന് അള്ളാഹിനെ കണ്ടെത്താൻ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് അത് ധാരാളം തന്നെയാണ്. ഇവിടെയുള്ള പ്രപഞ്ച സംവിധാനങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ പിന്നിലുള്ള ശക്തിയെ മനസ്സിലാക്കാനും ആ ശക്തിക്ക് കീഴൊതുങ്ങി ജീവിക്കാനും. പക്ഷേ മനുഷ്യർക്ക് സംസ്കരണം ആവശ്യമാണ്, സംസ്കരണ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്, ആരാധനാനുഷ്ഠാനങ്ങളുടെ വഴി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ്. അതിന് അംബിയ മുർസലുകളെ കാലങ്ങളായിട്ട് അള്ളാഹു അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു വരവ് അങ്ങനെ പ്രതീക്ഷിച്ച് ഇവർ കാത്തിരിക്കേണ്ടതില്ല. വീണ്ടും ഇസ്രായേലിൻ്റെ വിഷയം തന്നെയാണ്. سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. سل بني إسرائيل ഇസ്രായേലിനോടൊന്ന് ചോദിക്കുക, ആതൈനാക്കും മിൻ ആയത്തിൻ ബയ്യിന, നിങ്ങൾ വ്യക്തമായ തെളിവുകളാണ് അവർക്ക് നൽകിയത്. മിൻ ആയത്തിൻ ബയ്യിന, കം ആയത്തിൻ ബയ്യിന, എത്ര ആയാത്തുകളാണ് അവർക്ക് നൽകിയത്. നമുക്കറിയില്ലേ, ഇസ്രായേൽ സമൂഹത്തിന് യഥാർത്ഥത്തിൽ ആ കടലൊക്കെ പിളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കണ്ണിൻ്റെ മുമ്പിൽ വ്യക്തമാണ്. നമ്മളായിരിച്ചു ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് പോലും അങ്ങനെയുള്ള ചില മുഅ്ജിസത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയധികം വ്യക്തമാക്കി. കാരണം ഒരു വടി നിലത്തിട്ടിട്ട് പാമ്പാവുക, ആ പാമ്പ് മറ്റു പാമ്പുകളെയും ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് തിന്നുക, അതൊക്കെ ലൈവായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്നവരാണ്. മന്നയും സെൽവയും ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. തൂർ പർവ്വതത്തെ ഉയർത്തുന്ന സന്ദർഭമാകട്ടെ പലതും അവർ നേരിട്ട് ആ 12 ചാലിട്ട് ഒഴുകിയ അരുവികൾ പാറയിലടിച്ചപ്പോൾ ഇതൊക്കെ അവർ നേരിട്ട് കണ്ട മൂസ അലൈഹി സ്വലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിനൊക്കെ അവർ സാക്ഷികളാണ്, വ്യക്തമാണ്. അതിനപ്പുറം ഫുർഖാൻ സത്യാസത്യ വിവേചനമായിട്ട് തൗറാത്ത് ലഭിച്ചു, ഇതൊക്കെ അവരുടെ മുമ്പിൽ പച്ചവെള്ളം പോലെ വ്യക്തമാണ്. എന്നിട്ടും അവർ എന്ത് ചെയ്തു? വമൻ യുബദ്ദിൽ നിഅമതല്ലാഹി മിൻ ബഅദി മാ ജാഅത്, അവന് പിന്നെ അള്ളാഹുവിൻ്റെ നിയമത്തിനെ ആ അനുഗ്രഹങ്ങളെ മാറ്റിമറിച്ചിട്ട് അവർ തെറ്റായ വഴികൾ അവർ തേടുകയാണ് ചെയ്തത്. ഫൈനല്ലാഹ ഷദീദുൽ ഇഖാബ്, അള്ളാഹു ഏറ്റവും കൂടുതൽ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹിൻ്റെ നിയമത്തിനെ അവർ മാറ്റിമറിച്ചിട്ട് അവർ തെറ്റായ വഴിയിൽ അവരുടെ ചിന്തകൾ കൊണ്ടുപോയി എന്നുള്ളതാണ് അവർ ചെയ്ത ചരിത്രപരമായിട്ടുള്ള വലിയ കൊടിയ പാപം. ആ പാപത്തിൻ്റെ വഴി തന്നെയാണ് അവർക്കൊരു മാറ്റവും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ വയസ്ഖറൂന മിനല്ലദീന ആമനൂ والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. സുയ്യിന, മനോഹരമായി തോന്നിയിരിക്കുകയാണ്. സെയ്ന് എന്ന് നമ്മൾ വാക്ക് പറയല്ലേ, പേരിടാറുണ്ട്. സുയ്യിന ലില്ലദീന കഫറു, കാഫിരീങ്ങൾക്കത് മനോഹരമായിട്ട് തോന്നിയിരിക്കുകയാണ്. ഹയാത്തി ദുനിയ, ഈ ജീവിതം.
ഈ ഭൂമിയിലെ ജീവിതം സത്യനിഷേധികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഭയങ്കര സന്തോഷമല്ല, അവരുടേതായ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നങ്ങോട്ട് പോകുമല്ലോ. അവർക്ക് തിന്നാനും കുടിക്കാനും യാത്ര ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ അവർക്ക് ഇവിടെ ഭയങ്കര ഒരു വല്ലാത്തൊരു സുഖം അവർക്ക് തോന്നും. ഇതന്നെയാണ് ജീവിതം, ഒറ്റ ജീവിതമേ ഉള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് അവരുടെ മനസ്സിലുണ്ടാവും. വയസ്ഹറൂന, അവർ പരിഹസിക്കുകയും ചെയ്യും മിനല്ലദീന, വിശ്വാസികളെ കാണുമ്പോൾ നിങ്ങൾ വലിയ വിശ്വാസികൾ, നിങ്ങളിങ്ങനെ നടന്നോ, നിങ്ങളിങ്ങനെ മദ്രസ പൊട്ടന്മാരെന്നൊക്കെ പല വാക്കുകൾ ഇപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അള്ളാഹുവിനെ നിന്ദിക്കുക, അള്ളാഹുവിൻ്റെ ആബിദീങ്ങളെ ഇഖ്ലാസോടുകൂടെ ജീവിക്കുന്നവരൊക്കെ കളിയാക്കിയിട്ട് കണ്ണിറുക്കി കാണിച്ച് ഇവരൊന്നും ബോധം വെക്കാൻ പോകുന്നില്ല, ഇവരൊക്കെ അങ്ങനെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ദുനിയാവൊന്നും ആസ്വദിക്കുന്നില്ല, ഞങ്ങളാണ് ആസ്വദിക്കുന്നത്, നിങ്ങളുടേതായ ഒരു കുടുസായ ചിന്തയിലും നിങ്ങളുടെ 6-ാം നൂറ്റാണ്ടിലെ കഥകളും അവരുടെ ഖുറൈശി ദൈവത്തിനെയൊക്കെ പിൻപറ്റി ജീവിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് ഇന്നും കാലത്ത് നടക്കുന്ന കാര്യമാണ്. അത് ആ കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ്റെ ഒരു കാലിക പ്രസക്തി നമ്മൾ ഓരോ ആയത്തുകൾ ഓതുമ്പോഴും നമുക്കതിനെ പച്ചവെള്ളം പോലെ നമുക്ക് വ്യക്തമായി തരുന്നുണ്ട്. ഇപ്പോഴും എത്ര ആളുകൾ അങ്ങനെ ആ ഒരു സമീപനത്തിൽ ജീവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ തന്നെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അവരിങ്ങനെ കളിയാക്കും, അവർ പറയും അവർക്ക് ദുനിയാവാണ് വലിയ സംഭവം, ദുനിയാവിന് വേണ്ടിയിട്ട് അവർ ജീവിക്കുന്നവരാണ്. വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, എന്നാൽ അവരുടെ മീതെ സൂക്ഷ്മത പാലിച്ചവർക്കാണ് എന്ത് ചെയ്യുക, പരലോകത്തിൽ ആധിപത്യം ഉണ്ടാവുക. അവർ സൂക്ഷ്മത പാലിച്ചവരായിരിക്കും അവരുടെ മേലെത്തുക. അപ്പോൾ ഇപ്പം ഒന്ന് താഴ്ന്ന് നിൽക്കേണ്ടി, ഈ ചെറിയ ജീവിതത്തിൽ നമ്മളൊന്ന് താഴേണ്ടി വരും. കാരണം ഇസ്ലാം വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാൻ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. എന്നാൽ യഥാർത്ഥത്തിൽ അത് അവരുടെ കളിയാക്കൽ, അവരുടെ ജൽപ്പനങ്ങൾ മാത്രമാണ്. അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും ദുനിയാവിൽ. പക്ഷേ അന്ത്യദിവസം വന്നാൽ, ഈ ലോകാവസാനത്തോടുകൂടെ നിങ്ങളാണ് തഖ്വയുള്ളവർ, സൂക്ഷ്മത പാലിക്കുന്നത്. അതിന് ഏതെങ്കിലും പാർട്ടിയൊന്നും നമ്മൾ ബ്രാൻഡ് ചെയ്യണ്ട, മുസ്ലിം സംഘടനയിലെ ഇന്ന പാർട്ടി ഇന്ന ആൾക്കാരൊന്നും അല്ല, തഖ്വയോടെ ജീവിക്കുന്നവർ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. ആ മനുഷ്യന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഉന്നതന്മാരായിട്ടുണ്ടാവുക. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവനിച്ഛിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അള്ളാഹു റിസ്ഖ് നൽകും. അവനെ ആഗ്രഹിക്കുന്ന ആർക്കാണോ ആ റിസ്ഖ്, ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യമാവട്ടെ എന്താവട്ടെ, റിസ്ഖ് പരീക്ഷണം കൂടാണ്. ഒരാൾക്ക് സമ്പത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ ഇരട്ടി പരീക്ഷണം. സമ്പത്ത് ഇല്ലാത്തതൊരു പരീക്ഷണമാണെങ്കിൽ സമ്പത്ത് ഒരാൾക്ക് കിട്ടുന്നത് ഇരട്ടി പരീക്ഷണമാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു എന്നാണ് അള്ളാഹു നോക്കിക്കാണുന്നത്. എന്നാൽ സമ്പത്തില്ലാത്തവന് ക്ഷമിച്ചാൽ മാത്രം മതി. പക്ഷേ സമ്പത്തുള്ളവന് 2 പരീക്ഷ ഉണ്ട്. ആ സമ്പത്ത് എങ്ങനെ അവന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്ദിയോടെ അവൻ വിനിയോഗിക്കുന്നുണ്ടോ, അവൻ ഇസ്റാഫ് ചെയ്യുന്നുണ്ടോ, ധൂർത്തടിക്കുന്നുണ്ടോ, ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഒക്കെ അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. അതൊരു ഇരട്ടി പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തില്ലാത്തവരാണ് കൂടുതൽ സ്വർഗ്ഗപ്രവേശനത്തിന് അർഹരായിട്ട് നാളെ പരലോകത്തുണ്ടാവുക എന്ന് പല ഹദീസുകളിലൂടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. അപ്പം സമ്പത്ത് ഉള്ളത് കൊണ്ട് സ്വർഗ്ഗത്ത് പോകില്ല എന്നല്ല, സമ്പത്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് സ്വർഗ്ഗത്ത് പോകുന്നവർ അപൂർവമായിരിക്കും എന്നുള്ളത്. അതിനെ കൊടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ. വല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, എല്ലാ കണക്കില്ലാതെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്നതാണ്. പിന്നെ ജനങ്ങളെ കാര്യം പറയാണ്, മൊത്തം ജനങ്ങളുടെ. കാനന്നാസു ഉമ്മതൻ വാഹിദതൻ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുമുൽ കിതാബ ബിൽഹഖ് ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി. കാനന്നാസു ഉമ്മതൻ വാഹിദ, ജനങ്ങൾ ഉമ്മത്തം വാഹിദ്, ഒറ്റ സമുദായമാണ്. ലോകത്തെല്ലാ മനുഷ്യന്മാരും ഒരു സമുദായമാണ്. ഫബഅസ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ, നബിയ്യീന വ മുബശ്ശിരീന മുൻദിരീന, എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചത് മുബശ്ശിറായിട്ടും നദീറായിട്ടുമാണ്. മുബശ്ശിർ, നദീർ, മുൻദിർ. അതായത് നദീർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകാം, വാണിങ് എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യം. അപ്പോൾ നമ്മൾ ഖുർആനെ തന്നെ നമുക്ക് മുബശ്ശിറായിട്ടും നദീറായിട്ടും കാണാൻ പറ്റും. ഖുർആൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്തയാണ്. ഈ ലോകത്ത് അള്ളാഹ്ക്കനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്ത് ഉന്നതമായ സ്വർഗ്ഗ സംവിധാനങ്ങളുണ്ട്, യഥാർത്ഥ ജീവിതം, പെർമനൻ്റ് ലൈഫുണ്ട് എന്നും ആ വഴിയിൽ ജീവിക്കാനുള്ള പ്രേരണ, സന്തോഷ വാർത്തയാണ് ഖുർആൻ.
അതുതന്നെയാണ് അംബിയ മുർസലുകൾ, എല്ലാ പ്രവാചകന്മാരും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നദീർ എന്താണ് മുന്നറിയിപ്പ്, നിങ്ങളിനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഹവ തോന്നിയതുപോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് കഠിനമായ ശിക്ഷയാണ്. ഈ ദുനിയാവിൽ നിങ്ങൾ ചെയ്തതിൻ്റെ കർമ്മഫലം നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നും അവിടെ വെച്ച് നിങ്ങൾക്ക് കൊടിയ ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന ഈ ഒരു കാര്യമാണ് പറഞ്ഞത്. അതാണ് അംബിയ മുർസലുകളിലൂടെ അള്ളാഹു അറിയിച്ചതും അത് തന്നെയാണ്. ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഒറ്റ സമുദായമായിട്ട് തന്നെയാണ് കാണുക. എന്നിട്ട് وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. അള്ളാഹുവിൻ്റെ ഹക്ക് അൻസല, അള്ളാഹു അവതരിപ്പിച്ചു, മഅഹുമുൽ കിതാബ ബിൽ ഹക്ക്, കിതാബും സത്യവും, അതായത് യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സത്യം, അള്ളാഹു ഉണ്ട് എന്ന യാഥാർത്ഥ്യം, പരലോകമുണ്ട് എന്നുള്ള ഈ യാഥാർത്ഥ്യം, ഖുർആനെയും സത്യത്തെയും, ലിയഹ്കുമ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഒരു തീർപ്പുണ്ടാക്കാൻ, അതിൻ്റെ ഒരു ഏതിൻ്റെ മുഖ്തലഫ്, നിങ്ങൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ, പരലോകമുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, നിസ്കരിക്കണോ വേണ്ടേ, അങ്ങനെ ഇങ്ങനെ ആരെ ഇബാദത്ത് ചെയ്യണം, ഇടയാളരെ വെക്കണോ, ഇങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും മനുഷ്യന്മാർക്ക് എല്ലാ കാര്യത്തിലും രണ്ടാൾ കൂടിയാൽ രണ്ട് അഭിപ്രായം ഉണ്ടാവും, അത് ശരിയാണ്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാക്കാൻ അതിൽ ഹുക്കുമോടുകൂടെ അള്ളാഹു അവതരിപ്പിച്ച കിതാബും അള്ളാഹു അവതരിപ്പിച്ചു. വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്. എന്നാൽ ഫമഖ്തലഫു ഫീ, അവർ ഭിന്നിച്ച വിഷയത്തിൽ, മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്തു ബഅ്യൻ ബൈനഹും, അതായത് വമാ ജാഅത്ഹുമുൽ ബയ്യിനാത്തു ബഅ്യൻ ബൈനഹും, അവർക്കിടയിൽ അവരുടെ പരസ്പര കിടമത്സരം, അവർക്കിടയിലുള്ള ചില ഉൾപോരുകൾ, തമ്മിലടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് കാരണമാണ് അവരെന്താ ചെയ്തിട്ടുള്ളത്, വഴികേടിലായി പോയിട്ടുള്ളത്. ഇത് പിന്നെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളുടെയും വിഷയത്തിലാണ് അക്കാലത്തെ പറയുന്നതെങ്കിലും ഇതിൻ്റെ ചെറിയൊരു അണുരണനം ഇന്ന് നമുക്ക് മുസ്ലിം സംഘടനകളെ നമുക്ക് എടുത്തൊന്ന് പരിശോധിക്കണം. കേരളത്തിൽ മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഈ മുസ്ലിം സംഘടനകൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അതുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാണുന്ന എല്ലാം, ഈ ദീനി സംവിധാനങ്ങളും സംരംഭങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതും ഈ ഒരു ഇസ്ലാമിക അവസ്ഥ ഇന്ന് കേരളത്തിനുണ്ടായതൊക്കെ അതുകൊണ്ട്. പക്ഷേ ചില വ്യക്തികൾ സംഘടനക്കകത്തൊക്കെ നടത്തുന്ന, അല്ലെങ്കിൽ പബ്ലിക്കായിട്ടൊക്കെ നടത്തുന്ന പ്രഭാഷണങ്ങളിലൊക്കെ വലിയ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന രീതിയിൽ വളരെ വർഗീയമായിട്ട് തന്നെ നമുക്ക് പറയാം. ചില ഭയങ്കരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചില സംസാരങ്ങളൊക്കെ ചില വ്യക്തികളുടെ ഭാഗത്തു നിന്ന് വരുന്നതിൻ്റെ ഒക്കെ അനുരണനം എന്നുള്ള അർത്ഥത്തിൽ ഒരു രീതിയിലും ഒരു ഉയർച്ച ഇല്ലാത്ത അവസ്ഥയിലേക്ക് തമ്മിൽ പോര് എന്നുള്ളത് അപ്പം കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. പണ്ട് കാലത്തെ അപേക്ഷിച്ച് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അതൊരിക്കലും ഇസ്ലാമിന് ഹൈറായിട്ടുള്ള കാര്യമല്ല. പരസ്പരം ചളിവാരി എറിഞ്ഞ്, ഇപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു ഐക്യത്തോടുള്ളൊരു വെറും നമ്മുടെ സമുദായം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീടിനോട് ഭൂമിക്കുക, ഒരു വീട്, ആ വീട്ടിലൊരു ഭാര്യയും ഭർത്താവും അവരവരുടേത് റോള് നിർവഹിച്ചുകൊണ്ടും ഒന്നിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ അവിടുത്തെ മക്കൾക്കും ഒക്കെ നല്ല സൗകര്യമാണ്. മക്കൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെയുള്ളൊരു വീട്ടിലെ മക്കളായിട്ട് ജനിക്കുക എന്നുള്ളത്, നല്ല ഐക്യമുള്ളൊരു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മക്കളായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊക്കെ അവർ തമ്മിൽ പരസ്പരം സ്നേഹം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ വിജയം ഉണ്ടാവും, ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. എന്നാൽ അത് ഡിവോഴ്സിൽ പോവുക, ഇനി ഡിവോഴ്സൊന്നും എത്തിയില്ലെങ്കിലോ അഭിപ്രായ വ്യത്യാസങ്ങളും നിരന്തരം പ്രശ്നങ്ങളും ആണെങ്കിലോ ആ കുടുംബത്തിലുള്ളവർക്കൊക്കെ അതിൻ്റെ പ്രയാസമില്ല, അയൽവാസികൾക്ക് വരെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കൂ, അതേ കാര്യത്തെ നമ്മൾ മുസ്ലിം സംഘടനകളുമായിട്ട് വന്നു, നമ്മളൊക്കെ ഒരു കുടുംബമാണ്. മുസ്ലിം സംഘടന എന്ന് പറഞ്ഞാൽ ഇവിടെ മുജാഹിദ്, ജമായത്ത്, സുന്നി, അത് APK, മറ്റേ സംസ്ഥാന, പിന്നെ ദക്ഷിണ, ഒരുപാട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം, ഒരുപാട് സംഘടനകളുണ്ട്, തബ്ലീഗ്. അപ്പോൾ ഈ സംഘടനകൾ അഹ്ലി ഹദീസ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ, പക്ഷേ കേരളത്തിലുള്ള ഈ സംഘടനകളൊക്കെ ഒരു വീട്ടിലെ മെമ്പർമാരായിട്ട് കാണും. നമ്മൾക്കൊരു കുടക്കീഴിലുള്ളവർ, നമ്മൾ ഖുർആൻ്റെ അഹ്ലുകാരാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്.
അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളാരും തള്ളി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി പറയാത്തിടത്തോളം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, അള്ളാഹിൻ്റെ കഅബ ഷരീഫിലേക്ക് സുജൂദ് ചെയ്യുന്നവർ നമ്മൾ മുസ്ലിമായിട്ട് പരിഗണിക്കണം. ഒരു ഹദീസിൻ്റെ രൂപത്തിൽ പറയില്ല നമ്മുടെ ഇറച്ചി കഴിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇറച്ചി കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ അംഗീകരിക്കുന്നവരൊക്കെ നമ്മൾ മുസ്ലിമായിട്ട് പരിഗണിക്കണം. അപ്പോൾ അങ്ങനെയുള്ള എന്നിട്ട് നമ്മുടെ നമ്മളെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങളായിട്ട് നമ്മുടെ മക്കളെ ബാധിക്കാൻ പാടില്ല, അല്ലേ? ഒരു ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പ്രശ്നം നമ്മുടെ മക്കളെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് വരിക? നമ്മുടെ മക്കളെ ബാധിക്കാറിഞ്ഞാൽ ഓരോ സംഘടനയുടെ അനുയായികളുണ്ട്, പാവപ്പെട്ട അനിയായികൾ. എല്ലാ സംഘടനയിലും എടുത്താലും വളരെ ഇഖ്ലാസോടുകൂടെ ഒരുപക്ഷെ നേതാക്കൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ അധികം വളരെ നന്നായി പ്രവർത്തിക്കുകയും ദീനിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുകയും ചെയ്യുന്ന സാധുക്കളായിട്ടുള്ള അണികളുണ്ട്. അവർ തമ്മിൽ തല്ലിക്കരുത്. നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ സ്റ്റേജുമ്മ കയറി പ്രസംഗിക്കുന്ന ഒരു നേതാവിന് ആ നേതാവ് ചിലപ്പോൾ ഏതെങ്കിലും ഫ്ലാറ്റ് ടു ഫ്ലാറ്റ് ജീവിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഗൾഫിലോ എവിടെയെങ്കിലുമൊക്കെ ഫ്ലാറ്റ് എടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാവാം. അയാൾക്കൊരു പക്ഷേ നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ഗ്രാമപ്രദേശങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്ത് സൗഹൃദത്തോടു കൂടെ എന്നും മുമ്പിൽ നേരിട്ട് കാണുകയും സലാം പറയുകയും ചിരിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടും കൊടുത്തൊക്കെ ജീവിക്കേണ്ടവരാ. അവരുടെ ഇടയിലൊക്കെ മതസ്പർദ്ധ, ഒരു രീതിയിലുള്ള വർഗീയ രീതിയിലുള്ള സംസാരവും മുസ്ലിം സംഘടനാ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ചിലരൊക്കെ അങ്ങനെയൊക്കെ ഇപ്പം ചില ഉസ്താദുമാർ ഞാൻ കേട്ടിട്ടുണ്ട്, ചില കുട്ടികളൊക്കെ പറയുന്നത് ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ സലാം പറയരുതെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഗുരുതരമായ തെറ്റാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതാണ് പിശാചിൻ്റെ കാലടികൾ. മുസ്ലിം സമുദായത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കുന്ന ആളുകൾ വളരെ തെറ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇഖ്തിലാഫ് ഒരിക്കലും എന്തില്ല, ഒരു കാലഘട്ടത്തിലും അഹ്ലുൽ കിതാബുകാരാവട്ടെ മുശ്രിക്കുകളാവട്ടെ ആർക്കായാലും അത് ഗുണം ചെയ്യില്ല. അതൊക്കെ തെറ്റിലേക്കും, അതൊക്കെ പിശാചിൻ്റെ എല്ലായിടത്തും ഈ ഒരു ഇഖ്തിലാഫ് ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കുക. ഇഖ്തിലാഫ് പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ഖൈറാണ് ഉമ്മത്തിന്, പക്ഷേ അത് ഷെറായിട്ട് മാറുന്ന കാര്യമാണ്. അപ്പം വ്യക്തമായിട്ടുള്ള വേദദർശനങ്ങൾ വന്ന ശേഷമാണ് യഹൂദന്മാരും ക്രൈസ്തവ ലോകമൊക്കെ ഭിന്നിച്ചു പോയത്. ഫഹദല്ലാഹു الذين آمنوا لما اختلفوا فيه من الحق بإذنه. അപ്പോൾ അവർ ഭിന്നിച്ച വിഷയത്തിൽ മിനൽ ഹഖ് സത്യമായ നിർദ്ദേശം, അവൻ്റെ ഉദ്ദേശം അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ വ്യക്തമായ അള്ളാഹു അങ്ങനെ വിചാരിച്ചിരുന്നവരൊക്കെ സത്യത്തിലേക്ക് വഴി നടത്താമായിരുന്നു. വല്ലാഹു യഹ്ദി മൻ യശാ, എന്നാൽ അള്ളാഹു വഴി നടത്തുക, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ വഴി നടത്തുക. ഇലാ സിറാത്തി മുസ്തഖീം, അവൻ ഇച്ഛിക്കുന്ന ആളുകളെ അവൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഈ ഹിദായത്ത് എന്നുള്ളത് ഹിദായത്ത് എന്ന കാര്യം ഇവിടെ ഹുദ എന്ന് പറഞ്ഞില്ല, സന്മാർഗം, അത് മുത്തഖികളായ ആളുകൾക്ക് കിട്ടുള്ളൂ. അതെല്ലാ മുത്തഖികളെല്ലാം മുസ്ലിം സംഘടനയുടെ അകത്തുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഹിദായത്ത് കിട്ടും, അത് കിട്ടുക തന്നെ ചെയ്യും, അതിൽ അത് സംശയമില്ല. അതാണല്ലോ ഖുർആൻ അതുകൊണ്ടാണ് പ്രസക്തമാകുന്നത്. ഖുർആനിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക്, അല്ലെ ഹുദൻ ലിൽ മുത്തഖീൻ, ജനങ്ങൾക്കുള്ള സന്മാർഗ്ഗമാണെങ്കിലും ഖുർആൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ആണെങ്കിലും അതിൻ്റെ പ്രയോജനം കിട്ടുകാർക്കാണ്, ലിൽ മുത്തഖീനാണ്, തഖ്വയുള്ളവർക്കാണ്. അപ്പം ഇഖ്തിലാഫിൻ്റെ വിഷയത്തിൽ നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ആ കാലഘട്ടത്തിലെ വിഷയമാണ് പറയുന്നതെങ്കിലും ഈ കാലഘട്ടത്തിലും അത് വേറൊരു രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇപ്പം മേലെ പറഞ്ഞ വിഷയങ്ങളൊന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് ആലോചിക്കണം. ഈ മനുഷ്യരിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. അവർ ഒന്ന് ആത്മാർത്ഥമായിട്ട് ജീവൻ വരെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ത്യജിക്കാൻ തയ്യാറുള്ള അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നവരും, മറ്റേത് വെറുതെ അള്ളാഹിനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാന്നല്ലാതെ ജീവിതത്തിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. എന്നിട്ട് അള്ളാഹു ഇച്ഛിക്കുന്ന ആളുകളെ മാത്രമാണ് നിർമാർഗത്തിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആയത്തിലേക്ക് വരികയാണ്. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب.
അതായത് നിങ്ങളെ മുൻഗാമികളെ ബാധിച്ച ദുരിതങ്ങളൊന്നും നിങ്ങൾക്ക് വന്നെത്താതെ. ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. അം അം ഹസിബുത്തും നിങ്ങളെന്താണ് വിചാരിച്ചിരിക്കുന്നത്? തദ്ഖുലുൽ ജന്ന സ്വർഗത്തിലോട്ട് പോകാനാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ദഖല പ്രവേശിക്കാനാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് നമ്മളോടും കൂടി ഉള്ളതാണ് കേട്ടോ. ഇത് ജൂതന്മാരുടെ ഒരു വിശ്വാസമാണ്, അല്ലെ ക്രിസ്ത്യാനികളുടെ ഒരു വിശ്വാസമാണ്. ഞങ്ങളെ കണ്ട് സ്വർഗത്ത് പോകും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഞാനൊക്കെ എന്തായാലും അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകും. വേറുള്ളവരൊക്കെ എന്തായാലും ഞാൻ കുറേ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ കുറേ ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ കുറേ സ്വതക്ക ചെയ്യുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലോട്ട് പോകും. അങ്ങനെയൊക്കെയുള്ളൊരു ധാരണകൾ വെച്ച് പുലർത്തുകയാണോ? വലമ്മാ യഅ്തികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു അവരുടെ പ്രയാസങ്ങൾ, ഖലൗ മിൻ ഖബ്ലിക്കും മസ്സത്ഹുമുൽ ബഅ്സാ അവരനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ, വെല്ലുവിളികൾ, ബഅ്സാ വദ്ദറാ ദുരന്തങ്ങൾ. നിങ്ങൾ ആലോചിച്ചു, എന്ത് വലിയ ദുരന്തങ്ങളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ ഇന്ത്യയിൽ അനുഭവിക്കുന്നത്. കേരളം വേണ്ട, കേരളത്തിൽ സേഫ് എന്ന് പറഞ്ഞൊരവസ്ഥയിൽ നിലവിലുണ്ട്. നിറം മാറാതിരിക്കട്ടെ. അള്ളാഹുവോട് ദുആ ചെയ്യാം നമുക്ക്. ബഅ്സാഇ വദ്ദറാ ദുരന്തങ്ങൾ, അത് പ്രകൃതി ദുരന്തങ്ങളാവാം, യുദ്ധങ്ങളാവാം, ബുദ്ധിമുട്ടുകളാവാം, അല്ലേ? വസുൽസിലു ഹത്താ മാ യഖൂലു റസൂലു ആ ദുരന്തങ്ങളും വിറയലുകളും വെല്ലുവിളികളും പരീക്ഷണങ്ങളും കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ യഖൂലു റസൂലു അവർ റസൂലിനോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു. എപ്പോഴാണ് റസൂലുള്ളാഹി അല്ലദീന ആമനൂ മത്താ നസ്റുല്ലാഹ് എന്നാണ് ഒരു സഹായം വരിക? ഫലസ്തീൻ ജനത പറയണില്ലേ, ലോകത്തോട് വിളിച്ച് കണ്ണീരോടെ തേടുന്നില്ലേ അവർ, എന്നാണ് മഹ്ദി വരിക? മഹ്ദി വരില്ല എന്നൊക്കെ അള്ളാഹു ആലം, അത് വേറെ വിഷയമാണ്. പക്ഷേ മത്താ നസ്റുല്ലാഹ്, അള്ളാഹിൻ്റെ സഹായം എപ്പോഴാണ് വരിക? അള്ളാഹു എപ്പോഴാണ് ഞങ്ങളെ സഹായിക്കുക? രക്തം ഒഴുകുന്നത് അള്ളാഹ് കാണുന്നില്ലേ? ലോകത്തിൻ്റെ നാനാഭാഗത്തും പീഡനം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, മ്യാൻമറിലെ റോഹിംഗ്യയിലെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ, മുസ്ലിങ്ങൾ, പാവങ്ങൾ, കഷ്ടപ്പെടുന്നവർ, നീതി നിഷേധിക്കപ്പെടുന്നവർ, അവരൊക്കെ ലോകത്ത് എല്ലാ ജനങ്ങൾക്കും, ഇത് വ്യക്തിപരമാണ്, രാഷ്ട്രീയപരമാണ്, സാമൂഹികമാണ്, കുടുംബപരമാണ്. അതൊക്കെ നമ്മൾ വെല്ലുവിളികളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ കൊണ്ട് അള്ളാഹു വഹിപ്പിക്കുക തന്നെ ചെയ്തൊക്കെ നമ്മൾ സഹിക്കണം. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. എന്നിട്ട് അള്ളാഹ് പറയാം, അള്ളാഹിൻ്റെ സഹായം അടുത്ത് തന്നെ വരും. അള്ളാഹ് നിരാശപ്പെടുത്തുകയല്ല. നമുക്ക് മക്കയിൽ വലിയ പ്രയാസങ്ങളുണ്ടായിട്ട് ഇപ്പം താഴേക്കടയുള്ളവർക്കാണ് കൂടുതൽ പ്രയാസം. അമ്മാർ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ. അവരൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊടിയ മർദ്ദനങ്ങൾക്കിരയായ സഹാബത്താണ്. അവർ പോയിട്ട് ചോദിക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂലെ നിങ്ങളിത് കാണുന്നുണ്ടോ? അപ്പോൾ അല്ലേ, സഹാബത്ത് അള്ളാഹിൻ്റെ അടുക്കലൊന്നും കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഞങ്ങളുടെ പുറത്തൊക്കെ അനുഭവിക്കുന്ന ഞങ്ങളൊക്കെ ശരീരത്തിലുള്ള ഈ പാടുകളൊക്കെ കാണുന്നില്ലേ എന്ന് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കൽ ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഈ മക്കയിലൂടെ മക്കയിലൂടെ ഒരു സ്ത്രീക്ക് ഒട്ടകപ്പുറത്ത് ഒറ്റയ്ക്ക് നടന്ന് ഒരു പേടിയില്ലാതെ നിർഭയമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും എന്ന് പറയുന്നു, അല്ലേ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സഹാബിയോട് ഒരവസരത്തിൽ പറഞ്ഞു, ഈ പേർഷ്യയുടെയും റോമിൻ്റെയും, അന്ന് പേർഷ്യ റോമൊക്കെ വൻശക്തികളാണ്, അവരുടെ അധികാരത്തിൻ്റെ ചെങ്കോൽ നമ്മുടെ കൈകളിൽ എത്തുന്നത് എന്ന് പറയുകയാണ്. എന്ന് പറയുമ്പോൾ സുറാക്കയോടാണ് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ, സുറാക്കയോട് അത് പറയുമ്പോൾ അത് പിന്നീട് സംഭവിക്കുന്നുണ്ട്. റോമും പേർഷ്യയൊക്കെ ഇസ്ലാമിൻ്റെ അധീനതയിൽ എത്തുന്നൊരു സന്ദർഭം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ എല്ലാ ജീവിതത്തിലും വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒരു സമുദായം എന്നുള്ള അർത്ഥത്തിലൊക്കെ മുസ്ലിങ്ങളും അല്ലാതെ പ്രയാസപ്പെടേണ്ടി വരും. അതങ്ങനെയാ. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും വാഹകരായിട്ട് ഏതൊരു വ്യക്തി നിലകൊള്ളുന്നുവോ സമൂഹത്തിൽ നിന്ന് അധിക്ഷേപങ്ങളും വെല്ലുവിളികളും പരീക്ഷണങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇതിലൊക്കെ അപ്പുറം അള്ളാഹു പരീക്ഷിക്കുന്ന തന്നെയാണ്. ഈ ഭൂമി ഒരു പരീക്ഷാ സെൻറ്റർ പോലെ,
ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും പരീക്ഷണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും പരീക്ഷണങ്ങളുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ പരീക്ഷണം വന്നിട്ടില്ലേ? നിങ്ങളോട് ഞാൻ വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ്. വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്, ഇനിയും വരും. തീർന്നു എന്ന് വിചാരിക്കണ്ട, അടുത്തത് വരാനുള്ള. ഇപ്പോൾ നിങ്ങൾ സന്തോഷത്തിലാണോ? ആണ് എന്നാണ് മറുപടി എങ്കിൽ ഇനിയും അടുത്തത് വരാനുള്ളൂ. അടുത്ത് വരാനിരിക്കും. അള്ളാഹു നമ്മളെ വഹിക്കാനാവാത്ത, നമ്മൾ സൂറത്തു ആമിനുർ റസൂലിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. ഞങ്ങൾക്ക് മുമ്പുള്ള ജനതയിൽ വഹിക്കാനാവാത്ത ഭാരങ്ങൾ അവരുടെ മേലെ ചുമത്തിയതുപോലെ ഞങ്ങളെ മേലെ ചുമത്തല്ലേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പരീക്ഷണം എന്തായാലും വരും. അത് വ്യക്തിപരമായിട്ട് കുടുംബ പ്രശ്നങ്ങളാവാം, വ്യക്തി പ്രശ്നങ്ങളാവാം, സാമ്പത്തികമാവാം, ആരോഗ്യമാവാം, മറ്റു പല രീതിയിലുള്ള വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ സന്ദർഭത്തിലൊക്കെ തഖ്വയോടെ അള്ളാഹുവിൽ ഉള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ നേരിട്ടാൽ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കും. അവൻ്റെ ആബിദായിട്ട്, അവൻ്റെ യഥാർത്ഥ ആബിദായിട്ട് അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കുകയും സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാവുകയും ചെയ്യും. യസ്അലൂനക മാദാ യുൻഫിഖൂൻ. ഞങ്ങൾ എത്ര ചിലവാക്കണം കണക്ക് ചോദിക്കുന്ന ആൾക്കാരില്ലേ? ഞങ്ങൾ എന്താ ചിലവാക്കേണ്ടത്? ഞങ്ങൾ ഇത്ര ശതമാനം, 2.5 അല്ലേ, 2.4 ആവാൻ പറ്റുമോ, 2.3 ആവാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സക്കാത്ത് ഇപ്പം വലിയ സക്കാത്തിനെ പറ്റി അധികമൊന്നും ആളുകൾ ചർച്ച ചെയ്യാറില്ല അല്ലേ. വേറുള്ള ഞാനൂല് വിഷയങ്ങളിലൊക്കെയാണ് ഭയങ്കര തർക്കം, വലിയ സ്റ്റേജും കെട്ടിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ. സക്കാത്ത് കൃത്യമായിട്ട് ഒരു മനുഷ്യൻ കൊടുക്കുക. എത്ര ഞങ്ങൾ ചിലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമാ വൽ മസാകീനി വബ്നിസ് സബീൽ. അവരോട് പറയാ, നിങ്ങൾ ചെലവഴിക്കേണ്ടത് നല്ലതാണ് ചെലവഴിക്കുന്നത്, നല്ലത് കൊടുക്കണം. ചീത്ത ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക്, മോശപ്പെട്ടൊരു സാധനം അത് കൊടുത്താൽ ഒഴിവാക്കുക, അങ്ങനെ കൊടുക്കരുത്. അത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെലവ്. ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമാ വൽ മസാകീനി വബ്നിസ് സബീൽ. ആർക്കൊക്കെ അത് കൊടുക്കേണ്ടത്? അപ്പം അത് യതീം, അഗതി, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ആളുകൾ, നിങ്ങളുടെ അടുത്തുള്ള, ഒരുപാട് അകലുള്ള അന്റാർട്ടിക്കയിലേക്ക് അയച്ചു കൊടുക്കാനല്ല പറയുന്നത്. അതായത് എന്ന് വെച്ചാൽ അടുത്തുള്ള ഒരു കുടുംബബന്ധമുള്ള പാവപ്പെട്ട ഒരുത്തുണ്ട്, അവനെയാണോ സഹായിക്കുക. അതന്നെ ഇസ്ലാമികമായിട്ട് നമ്മളോട് പറയുന്ന കാര്യം. ഫലിൽ വാലിദൈനി, നമ്മുടെ മാതാപിതാക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക്. അപ്പം മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതും എന്താണ്? അള്ളാഹിൻ്റെ അടുക്കുന്ന കൂലിയുള്ള കാര്യമാണ്. ഒരു സഹോദരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു കാര്യമുണ്ട്. എൻ്റെ വിവാഹശേഷമാണ് വീട്ടിൽ ഞാനൊരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിയത്. ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വിവാഹശേഷമാണ് വാങ്ങിയത്. അത് വാങ്ങാൻ കാരണം എൻ്റെ ഭാര്യ ഇങ്ങനെ അടിച്ച് കല്ലിൽ വെച്ച് അടിച്ച് തിരുമ്പുന്ന ഇതൊക്കെ കണ്ടപ്പോൾ ഒരു നല്ലൊരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്ന് തോന്നിയത് വിവാഹശേഷമാണ്. അപ്പോൾ ഇവൻ ഈ 10-25 വർഷം, അവൻ ആലോചിക്കുന്ന കാര്യം അതല്ല. 10-25 വർഷം തന്നെ പോറ്റി വളർത്തിയ തൻ്റെ ഉമ്മ 25 വർഷം അതേ കല്ലിലടിച്ച് തിരുമ്പുമ്പോൾ ആ വേദന തോന്നിയില്ല. ആ വാഷിംഗ് മെഷീൻ കൊണ്ടുവച്ച ശേഷമാണ് ഉമ്മാനെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നത്. പലപ്പോഴും അവർ ചെയ്യുന്ന സേവനങ്ങൾ, നമ്മൾ സാലറി ഇല്ലാതെ, ശമ്പളം വാങ്ങാതെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഒരു ഉമ്മ. അവർക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക. മാതാവിൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പെരുന്നാൾക്ക് കൂടെ സെൽഫി എടുത്ത് വിടാനും, അതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് തീർക്കാവുന്നതല്ല ആ ബന്ധം. മാതാപിതാക്കളുടെ വിഷയം, വാലിദൈൻ വൽ അഖ്റബീൻ, കുടുംബത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് ആളുകൾ, നമ്മളവരൊന്നും കാണുന്നില്ല എന്നേ ഉള്ളൂ. കഷ്ടപ്പെടുന്നവർ, വിദ്യാഭ്യാസത്തിന് പ്രശ്നം, കുട്ടികളുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ തന്നെ. ചിലപ്പോൾ ആ വീടൊക്കെ വലിയ വീടായിരിക്കും, ഏതോ ആയ കാലത്ത് ഉണ്ടാക്കിയതായിരിക്കും, അരി വാങ്ങാൻ വക ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവിടുത്തെ മക്കൾക്ക്
എന്തെങ്കിലും പഠന ബാഗ് വാങ്ങാനോ ഒക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അതുപോലെ അവിടുത്തെ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവർ തന്നെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അങ്ങനെയുള്ള. എല്ലാവരും ഹൈ ലെവലിലുള്ളവരുണ്ടാവില്ല. കുറച്ചുള്ളവരൊക്കെ പ്രയാസം. നമ്മളൊന്ന് അങ്ങോട്ടും നമ്മൾ കണ്ണുറന്ന് കാണണമെന്നേ ഉള്ളൂ അവരുടെ വിഷമങ്ങൾ. ഒരു പക്ഷേ 4-5 കൊല്ലം കഴിഞ്ഞ് അവരൊക്കെ കുട്ടികളൊക്കെ വലുതായി ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞ് നല്ല ജോലിയിലെത്തും. പക്ഷെ ഇപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറുങ്ങനൊന്ന് അവരൊന്ന് താങ്ങിക്കൊടുത്താൽ, ചെറിയൊരു സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് നമ്മൾ കൊടുത്താൽ വലിയ കാര്യമാണ്. വലിയ യത്തീം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞല്ലോ, പൂർണ്ണമായും യത്തീം എന്നുള്ളത് ഒരു അവസ്ഥയാണ്. മാതാപിതാക്കൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. മാതാപിതാക്കൾ ഉണ്ടായിട്ട് യത്തീമായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഉമ്മയൊക്കെ ഉണ്ടായിട്ടും ഒരു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും യാതൊരു രീതിയിലുള്ള കെയറിങ്ങും കിട്ടാതെ അവരൊക്കെ ഒരു പേരിന് ഡമ്മി ബാപ്പ, ഡമ്മി ഉമ്മ, ബാപ്പ, അത്ര അതിലപ്പുറത്തേക്ക് ഒന്നുമില്ലാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ ഉണ്ട്, അയൽവാസത്തിലുണ്ട്, നാട്ടുകാരിലുണ്ട്. അവരൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യണം. മസാക്കീൻ, ഇതില്ലാത്തവർ തന്നെ ഉണ്ട്. നട്ടിൽ സ്പൈനൽ ഇഞ്ചേർഡായിട്ട് കിടക്കുന്നവർ, ക്യാൻസർ പേഷ്യൻസ്, ഒരുപാട് ഗതിയില്ലാതെ നിരാലംബരായിട്ടുള്ള വാർദ്ധക്യ സഹജമായ ഓൾഡേജ് ഹോമിലൊക്കെ ജീവിക്കേണ്ടി വന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വബിനിസബീൽ, അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ രാപ്പകൽ അധ്വാനിച്ച് ജീവിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യന്മാരുണ്ട്. അവർക്കൊന്നും വേണ്ട, അവർ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരേ അല്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ജീവിച്ചേ പറ്റും. അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മളാലാകുന്ന രീതിയിൽ അങ്ങനെയുള്ള ആളുകൾ, ദീനീയ സംരംഭങ്ങളും സംവിധാനങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് അങ്ങോട്ട് സഹായിക്കണം. അതൊക്കെ നമ്മുടെ ബാധ്യത. അവരൊന്നും ചോദിച്ച് നമ്മുടെ അടുത്തേക്ക് വരില്ല കേട്ടോ. നമ്മൾ ഈ സമ്പത്തുമായിട്ട് ചിലവാക്കുന്ന നമ്മളാരും വിചാരിക്കേണ്ടവരാരും നമ്മുടെ അടുത്തേക്ക് ചോദിച്ചു വരുന്നവരെ നമ്മൾ സഹായിക്കണം എന്ന് ഖുർആനിൽ തന്നെ ആയത്തുള്ളതാണ്. അത് വേറെ വിഷയമാണ്. പക്ഷേ ഇവരൊന്നും ചോദിച്ചു വരുന്നവരായിരിക്കില്ല. അവർക്കങ്ങനെ ശീലം ഉണ്ടാവില്ല. ഒരു യഥാർത്ഥ മുത്തഖിയായ ഒരു മനുഷ്യന് അങ്ങനെ ഇറന്നു നടക്കാനുള്ളൊരു താല്പര്യം പോലും ഉണ്ടാവില്ല. അവൻ പട്ടിണി കിടന്നിട്ടാണെങ്കിലും അവൻ ജീവിക്കും. അങ്ങനെയുള്ള ആളുകളെ കണ്ടറിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ഇരുകൈ അറിയാതെ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ രഹസ്യമായിട്ട് വാങ്ങുന്ന ആളിനെ പോലും അറിയിക്കാതെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു സന്ദർഭം പറഞ്ഞുതരാം. ഒരു വീട്ടിൽ തറവാടൊക്കെ ഊരി വെച്ച് പോയ ശേഷം, ബന്ധമൊക്കെ പിരിഞ്ഞ ശേഷം തറവാട്ടിലെ തറവാട് നോക്കി നടന്നില്ല. എല്ലാവരും ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ അവിടെ പോയി. പക്ഷേ എല്ലാവരും പിരിഞ്ഞോടുകൂടെ തറവാട് നോക്കി നടത്താൻ ചെറിയ അനിയന് പട്ടിണിയിലായി. രണ്ടാമത്തെ അനിയന് ഒരുപാട് ബിസിനസ് ആയിട്ടൊക്കെ വലിയ സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളാണ്. അപ്പം ഒരിക്കൽ ഒരു വിഷയത്തിൽ ഒരു സുഹൃത്ത് ഈ രണ്ടാമത്തെ ജ്യേഷ്ഠനോട് സുഹൃത്ത് പറഞ്ഞിട്ട്, അനിയൻ എന്നോട് നല്ലൊരു 16 റുപ്യ ചോദിച്ച് വന്നിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഈ ജ്യേഷ്ഠൻ എന്താ ചെയ്തതെന്ന് അറിയും. ഉടനെ 10,000 എടുത്തിട്ട് അവനോട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ 10,000 ഞാൻ എൻ്റെ അനിയന് കൊടുത്താൽ അവനത് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, സ്വീകരിച്ചേക്കും. പക്ഷേ അവന് പെട്ടെന്ന് അത് എനിക്ക് എവിടെന്നെങ്കിലും തിരിച്ചു തരും. അവനൊരു അഭിമാനിയാണ്, നല്ല മനുഷ്യനാണ്, എല്ലാവരും നല്ല മക്കളാണ്, ദീനിയായിട്ട് മുന്നോട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പൈസ അവന് കൊടുക്കുക. എന്നിട്ട് ഒരിക്കലും അവനോട് അത് തിരിച്ചു വാങ്ങരുത്. നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അത് തിരിച്ചു വാങ്ങരുത്. എനിക്കറിയാം അത്രയും ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഇനിയും അവനോട് ചോദിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. എന്നിട്ട് നല്ലൊരു ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും. ഒരിക്കലും ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവനോട് പറയരുതേ എന്ന് പറയും. അങ്ങനെ യഥാർത്ഥത്തിൽ പിന്നീട് ഈ പൈസ കൊടുത്തു. പറഞ്ഞൊരു രീതിയിൽ തന്നെ ആ സുഹൃത്ത് അങ്ങനെ ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. ഈ ജ്യേഷ്ഠൻ ഒരു സന്ദർഭത്തിൽ മരണപ്പെടുകയാണ്. അപ്പോൾ ഈ അനിയൻ്റെ ഈ ഭാര്യ ഒരു വല്ലാത്ത ഒരു ഫിത്ന ഉള്ള ഒരു ഭാര്യയായിരുന്നു. ഒരു വലിയ ഫസാദ് ഉണ്ടാക്കുന്ന ഒരു ഭാര്യയാണ്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കുക. ഇത് അനിയൻ ഞങ്ങളൊക്കെ പൈസ ഇല്ലാത്തവരാണ്, ഓല് പൈസ ഉള്ളവരാണ് എന്നുള്ള രീതിയിലുള്ളൊരു സംസാരവും ഈ ജ്യേഷ്ഠനെ വല്ലാതെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നു. ഈ ജ്യേഷ്ഠൻ പല സന്ദർഭത്തിലും ഈ സുഹൃത്ത് വഴി അനിയനെ സഹായിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അത് അനിയന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ജ്യേഷ്ഠൻ്റെ മരണശേഷം ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മറ്റേ സുഹൃത്തും ഇവന് പൈസ കൊടുക്കുന്ന ഒരു ബന്ധവും ഈ അനിയൻ കുറേ വളർന്നു. അതായത് അനിയൻ കുറച്ച് ഒരു ചെറിയ കടയൊക്കെ ആയിരുന്നു, ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ആയി വലിയ അവസ്ഥയിൽ അനിയൻ എത്തി. വർഷങ്ങൾക്ക് ശേഷം മറ്റേ സുഹൃത്തിനെ കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു,
ഉണ്ടല്ലേ, ഇപ്പം പൈസയൊക്കെ എൻ്റെ അടുത്തും വന്നില്ലേ, എൻ്റെ ജ്യേഷ്ഠൻ്റെ പോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജ്യേഷ്ഠനൊന്ന് ചെറുതാക്കി ഒരു ചെറിയൊരു സംസാരം ഉണ്ടായി മരിച്ചുപോയ ജ്യേഷ്ഠനെ പറ്റി. അപ്പോൾ അവന് പെട്ടെന്ന് പറഞ്ഞു, എടാ നീ അന്ന് എന്നോട് ഒരു വർഷങ്ങളോളം ഞാൻ തന്നെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്, ഈ സഹായിച്ച മുഴുവൻ പണവും എൻ്റെ ജ്യേഷ്ഠൻ തന്നതാണ്. ഇത് കേട്ടപാടെ അവൻ ആ ക്യാഷ് കൗണ്ടറിൽ നിന്ന് നേരെ നടന്ന് ഈ ഒരു ഖബർസ്ഥാനിലാണ് പോയത്. നേരെ അതായത് മയ്യത്ത് നിസ്കരിച്ച് അന്നെ മയ്യത്ത് നിസ്കരിച്ച ശേഷം പിന്നെ ജ്യേഷ്ഠനെ ഓർത്തില്ല, നെഗറ്റീവ് പറയാനല്ലാതെ. എന്നിട്ട് പിന്നെ അയൽവാസിയായിട്ടുള്ള ഈ സുഹൃത്ത് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ ഖബറിങ്ങൽ പോയിട്ട് ഖബറിൻ്റെ അടുത്ത് പോയിട്ട് പൊട്ടി പൊട്ടി കരയാണ്. കാരണം സ്വന്തം ഭാര്യമാരുടെ ചില ഗീബത്തിൻ്റെ ചില സംസാരങ്ങളൊക്കെ വല്ലാത്ത വിദ്വേഷ അകൽച്ചുണ്ട്, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ തെറ്റിക്കും. അപ്പം മരിച്ച ശേഷമാണ് ആ മനുഷ്യൻ്റെ മഹത്വം മനസ്സിലായതെന്നാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ വ്യക്തിബന്ധത്തിലും കുടുംബത്തിലൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ടാവും, അവരൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ സഹായിക്കണം. അതും ആരെയും അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹു നമ്മൾ എത്ര കൊടുക്കണോ അള്ളാഹു നമുക്കത് വർദ്ധിപ്പിച്ചു തരും, യാതൊരു സംശയമില്ല. വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. അതന്നെ അള്ളാഹ് പറയുന്നത്. എല്ലാ കാര്യവും അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് പച്ചവെള്ളം പോലെ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ മനോമുകുരങ്ങളിൽ ചിന്തകൾ വരെ അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. വളരെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടെ മുഅ്മിനായി മുഖ്ലിസായി റബ്ബിൽ ഉറച്ച വിശ്വാസത്തോടുകൂടെ ജീവിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹുവെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖികളുമായി ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.